നമസ്കാരം. നമ്മളെത്ര വലുതായെന്ന് പറഞ്ഞാലും നമ്മളെ മറ്റൊരാളെ വെച്ച് കമ്പയർ ചെയ്യുന്നത് പൊതുവെ ആളുകൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. എനിക്കിഷ്ടമുള്ള കാര്യമല്ല. ഞാൻ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എൻ്റെ നേരെ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കണം. നീ ചെയ്യുന്നത് തെറ്റാണ്, നീ തിരുത്തണമെന്ന്. അത് മറിച്ച് നീ അവനെ കണ്ടുപിടിക്ക്, അവനെപ്പോലെ ആകണം എന്നും പറഞ്ഞ് എന്നോട് ആരും ഉപദേശിച്ചാലും, അതിപ്പോൾ എൻ്റെ പേരൻസ് ആയാലും എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരായാലും അല്ല എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാലും എന്നെ ഉപദേശിച്ച് എനിക്കിഷ്ടമല്ല. പൊതുവെ എല്ലാവർക്കും ഉള്ള ഒരു മനോഭാവമാണിത്. എത്ര വലിയ തെറ്റാണെന്ന് പറഞ്ഞാലും അല്ല എത്ര സ്മാർട്ടായ ഒരു വ്യക്തിയെ പറ്റി കമ്പയർ ചെയ്യാൻ പാടില്ല നമ്മളൊരിക്കലും. നമ്മളുടെ ജീവിതം നമ്മളൊക്കെ അറിയാം, നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, നമ്മുടെ ലിമിറ്റേഷൻ നമുക്കറിയാൻ പറ്റും. മറ്റൊരാളെ അനുകരിച്ച് നമുക്കൊന്നും ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഒരു പ്രായമായ ഒരു വ്യക്തിയുടെ മനോഭാവം ഇതാണെങ്കിൽ കൊച്ചുകുട്ടികളുടെ മനോഭാവം എന്തായിരിക്കും? പലയിടത്തും പല പേരൻറ്റിങ്ങിലും പറ്റുന്ന ഒരു വലിയൊരു ഫോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ എപ്പോഴും മറ്റുള്ള പ്രത്യേകിച്ച് പഠിത്ത വിഷയത്തിൽ പഠിക്കുന്ന കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്യും. അവരെ കണ്ടുപിടിക്കണ്ടോ, അവരങ്ങനെയാണ് ചെയ്യുന്നത്, അല്ല അവരിങ്ങനെയാണ് ചെയ്യുന്നത്, അവർക്കിങ്ങനെ ഇത്രയും പഠിക്കാൻ പറ്റുന്നുണ്ട്, നിനക്കെന്ത് പറ്റുന്നുണ്ട്, നീ എന്തുകൊണ്ട് കണ്ടുപിടിക്കുന്നില്ല? ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് നമ്മൾക്കുണ്ടാവുന്ന പോലെ തന്നെ സ്വാഭാവികമായിട്ട് ഈ പറയുന്ന കുട്ടിയോട് ദേഷ്യവും വിഷമവും സങ്കടവും അസൂയയും കുശുമ്പും ഒക്കെ ഉണ്ടാവും. പക്ഷെ ആ കുഞ്ഞുങ്ങൾ അത് എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും, അല്ലാതെ എങ്ങനെ അതിൻ്റെ ഔട്ട്കം എങ്ങനെ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു 2 വർഷം മുമ്പ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൂടെ ആ വീഡിയോ കണ്ടു. ഒരു പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാവുന്ന സംഭവമായിരിക്കും. ഒരു മോള് എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയപ്പോഴേ മരണപ്പെടുകയുണ്ടായി. പോലീസുകാരോട് ചെന്നപ്പം ആ വീട്ടിൽ ഒരു പ്രായമായൊരു അമ്മച്ചിയും ഈ മരിച്ച കുഞ്ഞിൻ്റെ അമ്മയുടെ സഹോദരിയുടെ മകളും ഉള്ളൂ. ഇവർ തമ്മിൽ 2-3 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ അവർക്ക് മനസ്സിലായി ഇതൊരു കൊലപാതകമാണ്, വലിയ പ്രായമുള്ള ആൾക്കാരൊന്നും അല്ല കൊന്നത്. അവർക്ക് മറ്റേ കുഞ്ഞിന് മേൽ സംശയം തോന്നി. ഈ മരിച്ച കുഞ്ഞിന് 14 വയസ്സും കൊന്ന കുഞ്ഞിന് 11 വയസ്സോ, അത് നേരെ തിരിച്ചാന്ന് തോന്നുന്നു. മരിച്ച കുഞ്ഞ് 11 വയസ്സും കൊന്ന കുഞ്ഞിന് 14 വയസ്സും കണ്ടേ ഉള്ളൂ. പോലീസിൻ്റെ ചോദ്യം ചെയ്ത് തന്നെ ആ കുഞ്ഞ് കുറ്റം സമ്മതിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഈ മരിച്ച കുഞ്ഞ് വളരെ മിടുക്കിയാണ്. എപ്പോഴും മറ്റേ കുഞ്ഞിനോട് അവളെ കണ്ടുപിടിക്കുന്നുണ്ട്. ഈ പേരൻസ് ഇങ്ങനെ പറഞ്ഞ് സ്വന്തം സഹോദരിയോട് ഇതിന് ഭയങ്കരമായിട്ട് ദേഷ്യമായിപ്പോയി. അതിൻ്റെ ആ ഒരു അറിവില്ലായ്മയിൽ ആ ദേഷ്യം പ്രകടിപ്പിച്ചത് അതിനെ ഒരു പക്ഷേ ഷോൾ മുറുക്കി കൊന്നുകളഞ്ഞു. അതങ്ങനെ കൊല്ലണമെന്നോ അല്ലെങ്കിൽ കൊന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കും ഇമ്പാക്റ്റ് എന്നൊന്നും അറിയാതെ ആ കൊച്ചു ചെയ്തത്. ഞാൻ പറയുന്നത് ചില പേരൻസ് ആയാലും ചില ടീച്ചേഴ്സിനാണുള്ളൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് വരണം, ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരിക്കണം. എന്തിനീ ഫസ്റ്റ്? അല്ലെങ്കിൽ എപ്പോഴും ഫസ്റ്റ് മേടിച്ചാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ലോകത്തിൽ ഇന്ന് ഫസ്റ്റ് മേടിച്ച എല്ലാവരും വിജയിക്കാതിരുന്നു എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഫസ്റ്റ് വെച്ചവർ മാത്രമല്ല വിജയിച്ചിട്ടുള്ളത്. ഫസ്റ്റിന് താഴോട്ടുള്ള പ്രൈസ് കിട്ടിയവരും അല്ല തോറ്റുപോയവരും ഇന്ന് വിജയിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. നമ്മൾ ഫസ്റ്റ് കിട്ടിയവർ മാത്രമേ വിജയിക്കൂ എന്ന് ആർക്കും പറയാൻ പറ്റത്തൊന്നുമില്ല. എല്ലാവരും ജീവിക്കുന്നുണ്ട്, എല്ലാവരും അവരുടേതായ സന്തോഷത്തിൽ പോകുന്നുണ്ട്. ഫസ്റ്റ് മാത്രമല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം. ഒരു കുഞ്ഞ് പെർഫോം ചെയ്യുന്നു, അല്ലെ പാട്ട് പാടുന്നതായിരിക്കും, പഠിക്കുന്നതായിരിക്കും, അല്ലെ എഴുതാനുള്ള കഴിവായിരിക്കും. ഒരു പക്ഷേ പഠിക്കുന്ന കുഞ്ഞിനുള്ള പല കഴിവുകളും ആ കുഞ്ഞിന് ചിലപ്പോൾ കാണത്തില്ല. ഭയങ്കരമായിട്ട് പഠിക്കുമായിരിക്കും, ആ കുഞ്ഞിന് വേറെ കഴിവുകളൊന്നും കാണത്തില്ല. എന്നാൽ പഠിക്കാത്തൊരു കുഞ്ഞിന് ഈ മറ്റേ കുഞ്ഞിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 1000 കഴിവുകൾ കാണും. നമ്മൾ ആ കുഞ്ഞുങ്ങളുടെ കഴിവ് മനസ്സിലാക്കുക, അതിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. ഇതിൻ്റെ പേര് കുഞ്ഞുങ്ങളാരും പഠിക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. പഠിക്കട്ടെ, അവരാൽ കഴിവിനെ പഠിക്കട്ടെ, അവർ ഉഴപ്പാൻ സമ്മതിക്കരുത്. പക്ഷേ മറ്റൊരു കുഞ്ഞിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് ഈ കുഞ്ഞിൻ്റെ മനസ്സിലോട്ട് മറ്റു കുട്ടികളുടെ മേലുള്ള ഒരു എന്താ പറയുക, അവർക്കൊരു വൈരാഗ്യം ഉണ്ടാക്കരുത്. അത് ഈ കൊച്ചു കുഞ്ഞുങ്ങൾ എങ്ങനെ ആ വൈരാഗ്യം പ്രകടിപ്പിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ ഒരു മരിച്ച കുഞ്ഞ് ഒരു ഉദാഹരണമാണ്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ കഴിഞ്ഞിടയ്ക്കൂടെ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു കൊച്ചു പയ്യൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവന് ഈ അപ്പനോടും അമ്മോടും അങ്ങ് അമിതമായ ദേഷ്യമാണ്, ഭയങ്കര ദേഷ്യമാണ്. കാരണം അവൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പനും അമ്മയും അവനെ സ്നേഹിച്ചിട്ടേ ഇല്ല എന്നാണ് തീർത്ത് പറയുന്നത്. അവർക്ക് എന്നെ താല്പര്യമില്ല,
ചില കുട്ടികളുണ്ട്, നമ്മളിപ്പം ഒരു പ്രത്യേകിച്ച് പ്രശ്നം പറഞ്ഞാൽ മൂത്തൊരു കുഞ്ഞ് കാണും, രണ്ടാമതൊരു കുഞ്ഞുണ്ടായി കഴിയുമ്പം ഈ മൂത്ത കൊച്ച് അതിനൊരു ഫീലിങ്സാണ്. കാരണം അപ്പനും അമ്മയ്ക്കും ഇളയ കുഞ്ഞിനോട് താല്പര്യമെന്ന് കരുതി പോകും. നമ്മൾ ഈ ജയറാമിൻ്റെ ഒരു പടം കണ്ടിട്ടുണ്ടല്ലോ, എന്താ അച്ഛൻ്റെ വീട് അമ്മ, അങ്ങനെ ഒരു പടം, ഒരു ജയറാനും കാളിദാസനൊക്കെ ഉള്ളൊരു പടം, പഴയൊരു പടം. എന്ന് പറഞ്ഞാൽ പല കുഞ്ഞുങ്ങൾക്കും ഒരു ആ പേരൻസിനോട് ഇച്ചിരി അകന്നു നിൽക്കും. പിന്നെ അവർ റിബലാവും തുടങ്ങും പേരൻസിനോട്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയുന്ന അവർക്ക് അപ്പനും അമ്മയ്ക്ക് ഇളയ ആളിനോട് താല്പര്യം, എന്നോട് സ്നേഹമല്ല എന്ന് പറയും. അതൊരു എന്താ പറയുക, അവരെയും കമ്പയർ ചെയ്യരുത്, കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മളീ കഷ്ടപ്പെടുന്നതും നമ്മൾ അധ്വാനിക്കുന്നതും എല്ലാം ആർക്ക് വേണ്ടിയാണ്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. അവരിപ്പോൾ ഒരു ചെറിയൊരു മാർക്ക് കുറഞ്ഞു പോയതുകൊണ്ട് അത് നമ്മുടെ ആകാതിരിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ പേരൻസിനോട് പ്രത്യേകിച്ച് പറയുന്നത്, ഇത്രയും ഈ ഫോഴ്സായിട്ട് ഭയങ്കര പ്രഷർ കൊടുത്ത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കരുത്. കാരണം പ്രത്യേകിച്ച് പഠിപ്പിച്ചോ, പക്ഷേങ്കിൽ കുഞ്ഞുങ്ങൾ പഠിക്കണം, പക്ഷേ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്ത് അതുങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതുങ്ങളെങ്ങും രക്ഷപ്പെടത്തില്ല. അതുങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഇതൊരു വൈരാഗ്യ ബുദ്ധിയോടെ കിടക്കും. അത് ഈ കമ്പയർ ചെയ്യുന്ന കുഞ്ഞുങ്ങളോടും കിടക്കും, നമ്മളോടും കിടക്കും. നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.